എന്താ സുലോചന കാര്യം? ഞാൻ അമ്മയോട് സംസാരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. ഇത്രയും നാളും ദേവികയുടെ കല്യാണം നടത്താതെ മുടക്കി ഭദ്രന് വേണ്ടി കാത്തുവെച്ചത് ഞാനാ. ഇനിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കും. ദേവികയെ ഭദ്രന് തന്നെ തീർച്ചയായും കിട്ടും. പക്ഷെ അതിനു മുൻപ് അവസാനമായി ഈ ഒരു സഹായം കൂടി എനിക്ക് സ്വർണ്ണമ്മയുടെ ഭാഗത്തു നിന്ന് വേണം. എന്താ വേണ്ടത്? അത് സുലോചന, നീ എന്താ ഈ പറയുന്നത്? ഇത് നിസ്സാര കാര്യമൊന്നുമല്ല. ഇത് വലിയ സഹായമാ. ഇവനിപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇത് നടക്കില്ല. അമ്മേ, നിങ്ങൾ വിഷമിക്കണ്ട. ഇത് ഞാൻ നോക്കിക്കോളാം. എന്തെല്ലാരും മിണ്ടാണ്ടിരിക്കണേ? ഞാൻ എത്ര പ്രാവശ്യമായി ചോദിക്കണു, എന്തെല്ലാരും സങ്കടപ്പെട്ടിരിക്കണേ? അമ്മേ, അമ്മെങ്കിലും പറ, എന്തിനാ അമ്മക്ക് അറിയണേ? മുത്തശ്ശി, എന്തിനിങ്ങനെ എല്ലാരും സങ്കടപ്പെട്ടിരിക്കണേ? അമലെ, നീ ഇവനെ കാന്റീനിൽ കൊണ്ടുപോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. ശരി. സിധു, ഇല്ല, എനിക്കൊന്നും വേണ്ട. ഞാൻ പോവില്ല. എനിക്ക് എന്താന്ന് അറിയണം. സിദ്ധു, ചെല്ല്. ഇവിടെ നിന്ന് ബഹളം വയ്ക്കാൻ പാടില്ല. അമലെ, കൊണ്ടുപോയ സിദ്ധു. എന്റെ വീട്, എനിക്ക് കാര്യം എന്താന്ന് അറിയണം. എന്റെ ദേവി, കൺമുമ്പിൽ ഒരു സംഭവം ഉണ്ടായിട്ടേ എങ്ങനെ കണ്ടില്ലെന്ന് വെക്കാനാ? ഋഷി ഗോപികയുടെ കഴുത്തിൽ കെട്ടിയ താലി അന്ന് ആ പന്തലിൽ വെച്ച് തന്നെ അഴിച്ചു മാറ്റിക്കണമായിരുന്നു. കാലക്കേടിന്
നമുക്കാർക്കും അത് തോന്നിയുമില്ല. ഞാൻ പറഞ്ഞതാണല്ലോ, അപ്പൊ ആരും എന്റെ കൂടെ നിന്നില്ല. എന്തായാലും ഋഷിയുടെയും ഗോപികയുടെയും കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം എടുത്തേ മതിയാവും. ഇനി എന്ത് തീരുമാനം എടുക്കാനാ? അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? തീരുമാനം ഇനി എടുക്കാം. നമുക്ക് വലുത് നമ്മുടെ ഋഷിയുടെ ജീവനല്ലേ. എന്നാ പിന്നെ നീ എന്താ മനസ്സിൽ കാണുന്നെന്ന് പറയ്. പറയും മോളെ, എന്താ നിന്റെ തീരുമാനം? എനിക്ക് ഒരു തീരുമാനമേ ഉള്ളൂ. ഋഷി ഈ ആശുപത്രി കിടക്ക വിട്ടെഴുന്നേറ്റാൽ അടുത്ത ദിവസം ഋഷിയും ഗോപികയും തമ്മിലുള്ള ഡിവോഴ്സ് നടന്നിരിക്കണം. അത് ഞാൻ നടത്തിയിരിക്കും. ഡിവോഴ്സ് അല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. വയ്യ, ഇനി എനിക്ക് എന്റെ മകന്റെ പ്രാണൻ വെച്ചൊരു പരീക്ഷണത്തിന് വയ്യ. മാഡം, പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം വേണം. അവരുടെ ബന്ധം വേർപിരിച്ചേ മതിയാവും.